നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയുമ്മ സാജൻ. സിനിമയെക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ചില വിട്ടുപോയ മഹാരഥന്മാരെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് ഓർമ്മിക്കാറുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ഓർക്കുന്നത് നമ്മൾ വിട്ടുപോയ, എന്ന് നമ്മൾ ഓർക്കുന്ന, എന്ന് ഓർമ്മിക്കപ്പെടുന്ന ഒരു വിശ്വോത്തര കലാകാരനാണ് ജോൺ എബ്രഹാം. ജോൺ എബ്രഹാമിനെ കുറിച്ച് ഞാനൊരു മുഖവുര പറയാതെ തന്നെ എല്ലാത്തരം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കലാകാരനാണ് ജോൺ എബ്രഹാം. അദ്ദേഹം എപ്പോഴും ഫലിതമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നർമ്മത്തിൽ കൂടെ പറഞ്ഞ് നമ്മൾ രസിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ജോൺ എബ്രഹാം. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, ഞാൻ മദ്രാസിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ മദ്രാസിൽ ഞങ്ങൾ ഒരു ലോഡ്ജിലൊക്കെ ചിലപ്പോൾ എൻ്റെ സഹപ്രവർത്തകരൊക്കെ താമസിച്ചിരുന്നു. അതായത് അദ്ദേഹം മദ്രാസിൽ VOC സ്ട്രീറ്റിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഒരു ബംഗ്ലാവിൽ അവിടെയായിരുന്നു താമസം. എങ്കിലും ഇദ്ദേഹം താമസിച്ചിരുന്നത് ബംഗ്ലാവിൻ്റെ സൈഡിലൊരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വരവും പോക്കും എപ്പോഴാണെന്ന് സഹോദരിക്കോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവിനും പോക്കിനും ഒരു വിഘാതമാവേണ്ട, മാത്രമല്ല ജോണിൻ്റെ വഴികളും ജോണിൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ജോണിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്നത് സാധാരണക്കാരാണ്. നമ്മൾ വിചാരിക്കും വലിയ ബുദ്ധിജീവികളാണെന്ന്, പക്ഷേ അല്ല. എന്നാൽ ബുദ്ധിജീവികളാണ്. നമ്മുടെ പവിത്രനൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ. പവിത്രനെ കുറിച്ചൊക്കെ അറിയാമല്ലോ, ഉപ്പൊക്കെ എടുത്ത പവിത്രൻ. പിന്നെ അതുപോലുള്ള നല്ല സിനിമയെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന, പഠിക്കുന്ന വ്യക്തികളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ. പിന്നെ നമ്മുടെ അന്തരിച്ച ഭരതേട്ടൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ജോൺ എബ്രഹാം. ഞാൻ ജോൺ എബ്രഹാമിനെ കാണുന്നത് ഈ പറഞ്ഞ ലോഡ്ജിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന CP ജോമൻ. പുള്ളി അന്ന് എൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അസോസിയേറ്റും പുള്ളി അസിസ്റ്റൻ്റ് ഡയറക്ടറും. ഞങ്ങൾ ശങ്കരൻ നായർ സാറിൻ്റെ കീഴിലായിരുന്നു. പിൽക്കാലത്ത് പുള്ളി കടലോരക്കാറ്റൊക്കെ ഡയറക്റ്റ് ചെയ്ത CP ജോമൻ. ആ ലോഡ്ജിൽ ഒരു അങ്ങേയറ്റത്തൊരു മുറിയിലാണ് നമ്മുടെ കമൽ താമസിച്ചിരുന്നത്, ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകൻ കമലിനോട് പ്രത്യേകിച്ച് ഈ ജോൺ എബ്രഹാമിനോട് താല്പര്യമുണ്ട്. കാരണം കമൽ അന്ന് PN മേനോൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. PN മേനോൻ സാർ എന്ന് പറയുന്നത് അത് അല്പം ഫ്ലാഷ് ബാക്കാണ്. കാരണം ജോൺ എബ്രഹാമും പിന്നെ PN മേനോൻ സാറും കൂടിയിട്ട് ഒരു ചിത്രത്തിന് മ്യൂസിക് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്, മാപ്പുസാക്ഷി എന്ന ഒരു ചിത്രത്തിന്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് മാപ്പുസാക്ഷിയുടെ ഈ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ അന്തരിച്ച ബാബുരായ് സാറായിരുന്നു. അദ്ദേഹം വരാൻ വൈകിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് അങ്ങ് ചെയ്താലോ. ഈ ജോൺ എബ്രഹാം എന്ന് പറഞ്ഞാൽ നല്ല സംഗീതത്തെക്കുറിച്ച് നല്ല അറിയുന്ന അവഗാഹമുള്ള ഒരാളാണ്. ഒരിക്കൽ സ്വന്തമായിട്ട് നിർമ്മിക്കുവാനിരുന്ന ഒരു ചിത്രത്തിന് യേശുദാസിനെ കൊണ്ട് മ്യൂസിക് ചെയ്യണമെന്ന് പുള്ളിക്കാരൻ ആഗ്രഹം. അങ്ങനെ യേശുദാസിനോട് പറഞ്ഞു, ഒരിക്കൽ അദ്ദേഹം ഈ ജോൺ പോൾ പറഞ്ഞുള്ള അറിവാണ്. ജോൺ പോളല്ല, ജോൺ എബ്രഹാം. ജോൺ പോൾ എൻ്റെ സുഹൃത്താണ്. ഇവരും ഈ ജോൺ പോളും ജോൺ എബ്രഹാമും സുഹൃത്തുക്കളാണ്. ജോണും അതും പിന്നെ വേറൊരു കഥയാണത്. എല്ലാം കൂടെ പോയാൽ ദീർഘം കൂടി പോയത്, ഒരു ലെങ്ത് കൂടി പോകും. യേശുദാസിനോട് പറഞ്ഞത്രേ, നിങ്ങൾ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യുന്നതനുസരിച്ചല്ലേ നിങ്ങൾ പാടുന്നത്. ഇത്രയും പാണ്ഡിത്യമുള്ള, അറിവുള്ള, സംഗീതത്തിന് അവഗാഹമായ പാണ്ഡിത്യമുള്ളതാണ് യേശുദാസ് എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ പറയാറില്ല. കാരണം നിങ്ങൾ മ്യൂസിക് ഡയറക്ടർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പാടുന്നു, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പോകുന്നു. പക്ഷേ നിങ്ങളിലൊരു ഭയങ്കര കലാകാരനുണ്ട് സംഗീതത്തിൽ, അത് എനിക്ക് വേണം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് യേശുദാസിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഒരു ചിത്രത്തിന് സംഗീതം നിർവഹിപ്പിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് പാടിച്ചു. ആ പാട്ട് എന്നും മനോഹരമായിരുന്നു എന്നാണ് ജോൺ എബ്രഹാം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ചിത്രം നിർമ്മിച്ചിട്ടില്ല. ഇന്ന് ആ പാട്ട് എവിടെയാണെന്ന് പോലും അറിയില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു എന്നാണ് കേൾവിക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഈ കമലിൻ്റെ റൂമിൽ പുള്ളിക്കാരൻ ഇടയ്ക്ക് അതിൻ്റെ അപ്പുറത്ത് അല്പം സുരപാനം നടത്താനുള്ളൊരു വഴിയാണ്. അല്പസമയം ഇവിടെ കയറിയിരുന്ന് കമലുമായിട്ട് സംസാരിച്ചിട്ട് പോകും. കമലിൻ്റെ അമ്മാവൻ പടിയൻ, ത്രാസം സംവിധാനം ചെയ്ത പടിയനല്ലേ, ത്രാസം കമലിൻ്റെ സബ്ജക്റ്റാണ്. കമലിൻ്റെ അമ്മയുടെ സഹോദരനാണ് ഈ പടിയൻ. പുള്ളി ഒരു ബുദ്ധിജീവിയാണ്. ഈ പടിയനും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ PN മേനോൻ സാറിൻ്റെ അസോസിയേറ്റ് എന്നതിലുപരി ഇനിയും ചില ബന്ധം കമലുമായിട്ടുണ്ട്. കമൽ കുറച്ച് ക്ലാസ് ചിത്രങ്ങളുടെ കാണാൻ നമുക്കറിയാമല്ലോ.
പുള്ളി പിന്നീട് നമ്മളെ പോലെയൊക്കെ കമ്പസിലായത്. എന്നാൽ തീർത്തും കമല ചിത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ ഇരിക്കെ വേണം ഞാൻ ഈ സമയങ്ങളിൽ ഈ ജോൺ അബ്രഹാമായിട്ട് സംസാരിക്കും. നല്ല തമാശയാണ്, മനോഹരമായിട്ട് പാടും. ഞാനും കമലവും ചില സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വിശ്വോത്തരമായ ക്ലാസിക്കുകളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ശ്രോതാക്കൾ മാത്രമല്ല, ചിലപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിട്ട് മാറാറുണ്ട്. അത്രയും മനോഹരമാണ് പുള്ളിക്കാരൻ്റെ സംഭാഷണ രീതി. എപ്പോഴും പുള്ളിക്കാരൻ്റെ കൂട്ടിലുള്ളതൊക്കെ ഈ സാധാരണ ജനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങളാണ് നമുക്കറിയാം. വിദ്യാർത്ഥികളെ ഇതിലെ അമ്മ അറിയാൻ, അഗ്രഹാരത്തിലൊരു കഴുത, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് അടൂർ പാസി എന്ന് പറഞ്ഞ വലിയ കലാകാരൻ്റെ അഭിനയം നാം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പാസി സാർ എന്നോടൊപ്പം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത ചിത്രങ്ങളിൽ ഒട്ടനവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഭിനയം പ്രത്യേകിച്ച് ഒരു രീതിയിൽ ആവിഷ്കരിച്ചെടുത്തത് ഒരു പക്ഷേ ഈ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളായിരിക്കും. അത് പാസി സാറ് എന്നോട് പറയാറുണ്ട്. എന്നോടെന്നല്ല, ഞങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്. മാത്രമൊന്നുമില്ല, ഈ ജോൺ എബ്രഹാമിൻ്റെ കാഴ്ചപ്പാട് തന്നെ വിഭിന്നമാണ്, നമ്മൾ കാണുന്ന രീതിയിലല്ല. അപ്പം അദ്ദേഹം പണ്ട് അത് ഈ കുട്ടനാട്ടിൽ ചാന്നങ്കരി എന്ന സ്ഥലത്താണ് പുള്ളിക്കാരൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പഠനം ഈ കോട്ടയം CMS കോളേജ്, മാർത്തോമ കോളേജ് എന്നിവിടങ്ങളായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം പുള്ളി അധ്യാപകനായിരുന്നു. പിന്നീട് ജോൺ തന്നെ പറഞ്ഞു, ഞാൻ അധ്യാപകനോ, എങ്ങനെ സാധിച്ചു? അത് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ പുള്ളിക്ക് തൃപ്തിയായില്ല. പുള്ളിയിൽ എന്തോ ഒന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതിലൊന്നും തൃപ്തനായിരുന്ന പുള്ളി. കാരണം ജനങ്ങൾക്കുമായിട്ട് സംവദിക്കാൻ ഇതൊന്നും അല്ല, അതിന് വേറെ എന്തോ തലങ്ങളാണെന്ന് പുള്ളി അവസാനം മനസ്സിലാക്കിയത് ചലച്ചിത്ര പഠനമാണ്. അത് ഇന്ന് കാണുന്ന രീതിയിലല്ല പുള്ളിക്കാരൻ്റെ സങ്കല്പങ്ങളും രീതികളും, അത് വിഭിന്നമായിരുന്നു. അത് തിരിച്ചറിയാൻ പുള്ളി കുറച്ച് വൈകിയപ്പം പുള്ളി തന്നെ തീരുമാനിച്ചു, എൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങളും രീതിയും ജനങ്ങളിൽ സിനിമയിലൂടെ കൊണ്ടുവരണം, പക്ഷേ അത് ഇന്ന് ഈ രീതിയിൽ പോരാ എന്ന് കരുതിയാണ് പുള്ളി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന ശേഷമാണ് അദ്ദേഹത്തിന് അല്പം ശ്വാസം വീണത് എന്നാണെന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ ജൂനിയറാണ് KG ജോർജ്. വളരെ സുഹൃത്തുക്കളായി പിന്നീട് മാറി. ഒരിക്കൽ ജോർജ് അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തിയപ്പം ജോർജ് അലക്കി തേച്ച് ഇട്ടിരുന്ന ഷർട്ടിട്ടും കൊണ്ട് പുള്ളിക്കാരൻ ഇരിക്കുന്നത്രേ. കാരണം ഒരാഴ്ചയായിട്ട് അലക്കലുമില്ല, കുളിയുമില്ല, ഒന്നുമില്ല, മുഷിഞ്ഞ വസ്ത്രമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടും ഭയങ്കര വഴക്കായി എന്നാണ് പറയുന്നത്. അത് ജോർജ് പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാം. വഴക്കായി കഴിഞ്ഞതിന് ശേഷം അതൊരു ചെറിയ അടികലശെല്ലാം അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അന്ന് രാത്രി തന്നെ ജോൺ തിരിച്ചെത്തിയിട്ട് കഥകിന് തല്ലി തുറന്നിട്ട് രാത്രിയിൽ തന്നെ അവിടെയുള്ള ചാളയിൽ പോയിട്ട് 2 കുപ്പി ചാരായം വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. കൂടാതെ നമ്മുടെ ബാലകൃഷ്ണൻ മങ്ങാട് ബാലകൃഷ്ണൻ, അദ്ദേഹം സിനിമയെക്കുറിച്ച് നിരൂപണങ്ങളൊക്കെ എഴുതുന്ന ജോൺ എബ്രഹാമിനെ കുറിച്ച് പറയുന്നത് പല ഇൻ്റർവ്യൂകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ SKN എന്നറിയപ്പെടുന്ന ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം നമ്മൾ അദ്ദേഹത്തെ ചാനലിൽ കൂടെ കണ്ടു. അത് നമുക്കൊന്ന് കാണാം. മലയാളത്തിലെ ജനകീയ സിനിമയുടെ പിതാവ് ജോൺ എബ്രഹാമിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. വെറും 4 സിനിമയെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ സിനിമകളൊക്കെ പ്രേക്ഷകൻ്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. ഒരുപക്ഷെ സിനിമയെക്കാളും ഉപരി ആഘോഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ഒരുപാട് പേർ അനുകരിക്കാൻ ശ്രമിക്കുകയും അവരെല്ലാം അപ്പാടെ പരാജയപ്പെടുകയും ചെയ്ത ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അനുകരിക്കാൻ ശ്രമിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒറിജിനലും മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിച്ചത് മൗലികമായിരുന്നില്ല താനും. അങ്ങനെ ഇന്ന് നമുക്ക് അദ്ദേഹം വിട്ടുപോയിട്ട് ഇപ്പോൾ ഏതാണ്ട് 37 വർഷങ്ങൾ കഴിഞ്ഞു. 37 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം മരണപ്പെട്ടതിൻ്റെ പിറ്റേ വർഷം മലയാള മനോരമ ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെ വാർഷിക പതിപ്പിൽ എഴുതിയിരുന്നു 100 വിശിഷ്ട വ്യക്തികളെക്കുറിച്ച്. നല്ല മനോഹരമായൊരു ലേഖനം ഉണ്ടായിരുന്നു. അങ്ങനെ എന്നും നമ്മൾ വിസ്മരിച്ചു പോയ പല വിശിഷ്ട വ്യക്തികളെയും ആ മലയാള മനോരമയുടെ വാർഷിക പതിപ്പിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ ജോൺ എബ്രഹാം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇനിയും മനോഹരങ്ങളായ സിനിമകൾ നമുക്ക് ലഭിക്കുമായിരുന്നു എന്നുകൂടി നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ചെയ്തു വെച്ച ചിത്രങ്ങൾ എന്നും നമുക്ക്
മലയാള പ്രേക്ഷകർക്ക് മറക്കാനാവുന്നതല്ല. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമുക്ക് ദേശീയ അവാർഡ് കിട്ടിയ തമിഴിലെ അഗ്രഹാരത്തിൽ ഒരു കവിത. അത് തിയേറ്ററിൽ എത്തിക്കാൻ ചില സംഘടനകൾ സമ്മതിച്ചില്ല. എങ്കിലെന്ത്, അദ്ദേഹം ചെയ്തതെല്ലാം മനോഹര ചിത്രങ്ങൾ. അതാണ് അദ്ദേഹം ഇഷ്ടപ്പെടാതെ പോയതെന്ന് വെച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുള്ളി വന്നു, ആദ്യം ചെയ്ത ചിത്രമാണ് വിദ്യാർത്ഥികളെ ഇതിലെ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ രീതി ഇങ്ങനെ അല്ല എന്ന് കാണിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ആ ചിത്രം എടുത്തത്. പക്ഷേ പുള്ളി തന്നെ പറഞ്ഞു പുള്ളിക്കാരൻ ഒട്ടും തൃപ്തി ആയിരുന്നില്ല എന്നായിരുന്നു. പുള്ളി ഒഡേസ ഫിലിം സൊസൈറ്റി എന്ന രീതിയിലാണ് പിന്നെ പുള്ളിക്കാരൻ ഒരു നിർമ്മാണ കമ്പനി എടുത്തതും. ഒട്ടുമിക്ക നല്ല സുഹൃത്തുക്കൾ, ഈ പറഞ്ഞതുപോലെ പവിത്രൻ, പിന്നെ ജോൺ പോള്, പിന്നെ കുറച്ചധികം നല്ല സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡയറക്ടർ ഭരതേട്ടൻ, അവരുടെ ഭരതേട്ടൻ്റെ വീട്ടിലൊക്കെ നിത്യ സന്ദർശനായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ട ആരും പേർക്കില്ല. അങ്ങനത്തെ ഒരു വിശ്വോത്തര കലാകാരനായിരുന്നു നമ്മുടെ ജോൺ എബ്രഹാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.